ഗൈസ്, ഇന്ത്യയിൽ വിഷൻ 2047 എന്ന് പറയുന്ന ഒരു പരിപാടി കല്യാൺ ജോബയുടെ കീഴിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള സമയത്ത് അന്ന് പലവരും പറഞ്ഞിരുന്നു എന്തിനാണ് ഈ 2047 വരെ ഇത്രയും ലോങ്, നമുക്ക് അതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ടേ എന്നുള്ളത്. ഈ ചൗബെ കൂട്ടരൊക്കെ ആദ്യം വന്ന സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ടാണല്ലോ എല്ലാവരും, ഞാൻ അങ്ങനെയാണ്, ആര് വന്നാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ സംഭവിക്കണം. ഇനിയിപ്പം പുതിയൊരു ആരെങ്കിലും വന്നു കഴിഞ്ഞാലും ആ തരത്തിൽ എന്നെ കൊണ്ട് ചിന്തിക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും നിലയിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാണെങ്കിൽ എപ്പോഴും നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണമെങ്കിൽ ലോങ് ടേമിലുള്ള പരിപാടികൾ തന്നെയാണ് വേണ്ടത്. പിന്നെ ഈ വിഷൻ 2047 എന്ന് പറയുന്നത് ഇപ്പം ഒരു കോമഡി ആയിട്ട് മാറി. കാരണം അതിലൊരു യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും നടക്കുന്നില്ല. 2026 അവർ എവിടെ അച്ചീവ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു, അതിൻ്റെ അയലത്ത് പോലും എത്തിയില്ല എന്ന് പറയുന്നത് ഒരു വസ്തുത തന്നെയാണ്. ആ സമയത്താണ് നമുക്ക് ജപ്പാൻ ഫുട്ബോളിനെ പറ്റി സംസാരിക്കേണ്ടത്. ജപ്പാൻ നമുക്കറിയാം ഒരു വേൾഡ് ക്ലാസ് ടീമാണ്. അതുപോലെ ജപ്പാൻ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു പവർ ഹൗസ് ആണ് എന്നുള്ളത്. അവർ 1993 മറ്റോ ആണ് ഏതാണ്ട് ഒരു വലിയ ദീർഘകാലത്തേക്കുള്ള ഒരു പ്ലാൻ ഇരുന്നത്. 2050 ആകുമ്പോഴത്തേക്കും ലോകത്തിൽ തന്നെ ഫുട്ബോളിലൊരു പവർ ഹൗസ് ആയിട്ട് മാറുമെന്ന് പറയുന്നൊരു പ്ലാനിങ് ഒക്കെ ആയിരുന്നു അവരുണ്ടായിരുന്നത്. അങ്ങനെയാണ് 93 ജെ ലീഗ് ലോഞ്ച് ചെയ്യുന്നത്. ജെ ലീഗ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ ക്ലബ്ബുകളോട് പറഞ്ഞിരുന്നത് മസ്റ്റായിട്ടും അവർക്ക് അണ്ടർ-15 അണ്ടർ-18 ടീമുകൾ വേണമെന്നുള്ളതാണ്. അപ്പം യൂത്ത് ഡെവലപ്മെൻറ്റിന് എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് അവർ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. നമുക്കറിയാം അങ്ങനെ 98 ആദ്യമായിട്ട് മെൻസ് ഫിഫ വേൾഡ് കപ്പിൽ ജപ്പാൻ കളിക്കുന്നത്. അതിനുശേഷം ഒരിക്കൽ പോലും അവർക്ക് ലോകകപ്പിൻ്റെ യോഗ്യത നഷ്ടമായിട്ടില്ല. ഇപ്പോൾ 2026 ലോകകപ്പ് അടക്കം അവർ നേടി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി വുമൺസ് ഫുട്ബോളിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ സക്സസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2011 2015 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ചിട്ടുള്ള ടീമാണ് അവർ. 2011 ലോക ചാമ്പ്യൻസ് ആകാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ വിഷൻ, അതുപോലെ വർക്ക്, നോ കറപ്ഷൻ ഇസിക്കൽ ടു റിസൾട്ട് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ജപ്പാൻ ഫുട്ബോൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു തലത്തിലുള്ള കാര്യമാണ്. ജപ്പാൻ ഫുട്ബോളിൻ്റെ അവരുടെ ഒരു ഹൈസ്കൂൾ ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ട്. അത് വളരെ പേരുകേട്ടതാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യണം. നമുക്ക് ഇന്ത്യയുടെ സാഹചര്യങ്ങളായിട്ട് പോലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഹൈസ്കൂൾ ടൂർണമെൻറ്റ് ജപ്പാനിലെ. 1917 ഈ ഹൈസ്കൂൾ ലെവൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു പോപ്പുലാരിറ്റി ഉള്ള ടൂർണമെൻറ്റ് തന്നെയാണ് ജപ്പാനിലെ ഈ ഒരു ഹൈസ്കൂൾ ടൂർണമെൻറ്റ്. വിൻ്റർ സീസണിലാണ് നടക്കുന്നത്. 48 ടീമുകൾ മാറ്റിവയ്ക്കുന്ന ഒരു ടൂർണമെൻ്റ് ആണ്. ജപ്പാനിലെ 47 പ്രൊവിൻസിലെ 48 ടീമുകൾ, ടോക്കിയോയിൽ നിന്ന് 2 ടീമുകളുണ്ട്. ഓരോ പ്രൊവിൻസിലെയും വിൻ ചെയ്യുന്ന ടീമുകളാണ് നാഷണൽ ലെവൽ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം അങ്ങനെ വളരെ വലിയൊരു വിസിബിലിറ്റി ഈ ഒരു ടൂർണമെൻറ്റുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ജെ ലീഗിലെ ചില മത്സരങ്ങളെക്കാൾ അറ്റൻഡൻസും വ്യൂവർഷിപ്പും ഒക്കെ ഉള്ളൊരു ടൂർണമെൻറ്റാണ് അവിടുത്തെ ഈ ഹൈസ്കൂൾ ടൂർണമെൻറ്റ്. അണ്ടർ-18 ലെവലിലുള്ള കാറ്റഗറിയിലാണ് ഈ ടീമുകളൊക്കെ മത്സരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രൈസ് മണിയൊക്കെ കൊടുക്കുന്നുണ്ട്. പറഞ്ഞ പോലെ നല്ലൊരു വിസിബിലിറ്റി ഒരു ടൂർണമെൻറ്റിനുണ്ട് എന്നുള്ളതാണ്. നമുക്കും ഉണ്ട് സ്കൂൾ ലെവലിലെ ടൂർണമെൻറ്റ്. ഇപ്പം സൂപ്പർദോ കപ്പും. ഇപ്പോൾ സൂപ്പർദോ കപ്പിലെ ചില വിഷ്വൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഷ്ടം തോന്നും. കണ്ടത്തിൽ കളിക്കുകയാണെന്ന് പറയാൻ പോലും പറ്റത്തില്ല, വെള്ളത്തിൽ കളിക്കുകയാണെന്ന് പറയുന്ന തരത്തിലുള്ള വിഷ്വൽസ് വന്നിട്ടുണ്ട്. ഇത്തവണത്തെ സൂപ്പർദോ കപ്പിന് നമ്മുടെ നാട്ടിൽ ഏതോ അൺസർട്ടനിറ്റി പോലും ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെയാണ് പ്രശ്നം. ഇതിന് ക്ലിയർ വിഷൻ ഉണ്ട്, പ്രോപ്പർ പ്ലാൻ ഉണ്ട്, അതെങ്ങനെയാണെങ്കിലും നടക്കും. പിന്നെ ഈ ഒരു ഹൈസ്കൂൾ ടൂർണമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൗട്ടുകളുടെയൊക്കെ ബഹളമായിരിക്കും. കാരണം ഇവിടെ നിന്ന് എത്രയോ പ്ലേയേഴ്സിനെയാണ് ഈ ജെ ലീഗ് ക്ലബ്സുകൾ പൊക്കിക്കൊണ്ട് പോകുന്നത്. അതർ കൺട്രീസിലെ പോലും സ്കൗട്ട്സ് ഈ ഒരു ടൂർണമെൻറ്റിൽ വരുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കും ഇങ്ങനത്തെ ടൂർണമെൻറ്റുകൾക്കാണ് ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നടത്തപ്പെടേണ്ടത്. ഇപ്പം 28 സ്റ്റേറ്റുകളുണ്ട്, 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ ഓരോ ചാമ്പ്യൻസായിട്ട് 36 ടീമുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ടൂർണമെൻ്റ് ആയിട്ട്, ഇപ്പം ഡ്യൂറൻ കപ്പൊക്കെ നടത്തുന്ന പോലെ 2-3 സ്റ്റേറ്റ്സിലൊക്കെ ആയിട്ട് വെച്ച് നടത്തിയിട്ട് നല്ല രീതിയിൽ അതൊന്ന് പോപ്പുലാരിറ്റി കൊടുത്തിട്ട് അല്ലെങ്കിൽ നല്ല സ്ട്രീമിംഗ് ഒക്കെ കൊടുത്ത് നടത്തി കഴിഞ്ഞാൽ അതിന് വേർത്താണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ISLലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ക്ലബ്ബുകളിലേക്കോ ഒക്കെ ഒരു സ്കൗട്ടിങ്, നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഈ പൂള് ചെറുതാണെന്നൊക്കെ പറയുന്നതിൻ്റെ പരാതി കുറയ്ക്കാൻ പറ്റും. അതിന് കൃത്യമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ സ്കൂളുകളൊക്കെ ആ തരത്തിൽ പ്രിപ്പയർ ചെയ്ത് വരത്തുള്ളൂ. നമ്മുടെ അക്കാഡമിക് പരിപാടികളിലൊക്കെ ഇത് നടത്തുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ യൂത്ത് ലീഗുകളൊക്കെ നടത്തുന്നതിനോടൊപ്പം തന്നെ ഹൈസ്കൂൾ ലെവലിലെ ടൂർണമെൻറ്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജപ്പാനിലെ ഹൈസ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് AFFൻ്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഒക്കെ സപ്പോർട്ട് കൃത്യമായിട്ട് വേണം എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും എത്രയോ ടാലൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടാകും എന്നുള്ളത് അറിയാം. അപ്പം ആ രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഫുട്ബോൾ ടൂർണമെൻറ്റ്സ് ഒക്കെ നടത്തുക, അല്ലാണ്ട് വഴിപാട് നടത്തുന്ന പോലെ ഈ പറഞ്ഞ ടൂർണമെൻറ്റുകളൊക്കെ നടത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പം ജപ്പാനിലെ ഈ ഒരു ഹൈസ്കൂൾ ടൂർണമെൻറ്റിൻ്റെ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സൈനിങ് ഓഫ്.